ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുൺ താലി കെട്ടിയത് രാധികയുടെ കഴുത്തില. എന്റെ ദൈവമേ, അമ്മ മോളെ ഒന്ന് കാണട്ടെ. ഇവൻ എന്തൊക്കെയാ ദേവാ ഈ വിളിച്ചു പറയുന്നേ? ഇങ്ങനെയുണ്ടോ ഒരു ഭ്രാന്ത്? മിണ്ടി പോരുത്. ഭ്രാന്തോ? ഞാൻ രാധിയെ സ്നേഹിച്ചിരുന്നു എന്നത് ഭ്രാന്താണോ? വിവാഹാലോചന നടത്താൻ വേണ്ടി ഞാൻ എന്റെ കുടുംബക്കാരെ ഇങ്ങോട്ട് അയച്ചത് രാധികയ്ക്ക് വേണ്ടിയായിരുന്നു. അത് ഭ്രാന്തായിരുന്നോ? വിവാഹ മണ്ഡപത്തിൽ മറ്റാരും അറിയാതെ പ്രിയങ്കയ്ക്ക് പകരം രാധികയെ വേഷം കെട്ടിച്ചതും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും ഭ്രാന്തായിരുന്നോ? പറയാം മുത്തശ്ശി അങ്ങോട്ട്. അമ്മേ, അമ്മ ഇത് നിഷേധിക്കുന്നുണ്ടോ? പറയാമേ അങ്ങോട്ട്. യശോദേ, വരുൺ പറയുന്നത് വാസ്തവാണോ? സത്യമാണോ എന്ന്? ദേവ, ആ ദേവിനോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ. ബാക്കി നമുക്ക് സംസാരിക്കാം. വേണ്ട, ഇനി ഇത് പിന്നേക്ക് മാറ്റിവെക്കുന്നില്ല. ഇപ്പൊ അറിയണം. ഇപ്പൊ എനിക്ക് സത്യം അറിയണം. വായ കൊണ്ട്. യശോദേ, ഇത്രയും നാള് നീ എന്റെ കൂടെ ജീവിച്ചതും സ്നേഹിച്ചതും സത്യസന്ധമായിട്ടാണെങ്കിൽ ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ. വരുൺ പറഞ്ഞത് സത്യമാണോ എന്ന്? പറയ് യശോദേ, ഇത് സത്യമാണോന്ന്? അതോ ഞാനിവിടെ തലതല്ലി ചാവുന്നതിന് കാണണോ? സത്യമാണോന്ന്? സത്യമാണ്. വരുൺ താലി കെട്ടിയത് രാധികയുടെ കഴുത്തില. എന്റെ ദൈവമേ, അമ്മ മോളെ ഒന്ന് കാണട്ടെ.
പ്രിയങ്ക എവിടെ? നീ എന്താ ഈ വേഷത്തില്? അത് അമ്മ പ്രിയങ്ക ഇവിടെ ഇല്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? ഒരു സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്തു ഹീറോയിനായിട്ട്. അതിന്റെ പൂജ ചടങ്ങുകളുടെ കാര്യമാണ് ശരത്ത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സിനിമക്കാരോട് ഇന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോരെ? അവർക്ക് നഷ്ടം വരുന്നതേ ലക്ഷങ്ങളാ. നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താലേ അവരുടെ സിനിമയുടെ മുഴുവൻ ചെലവ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാനുണ്ടോ നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ? ചേച്ചിക്ക് ഇപ്പൊ എന്താ കാണണ്ടേ? മാനക്കേട് കൊണ്ട് അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി ചാവുന്നതാണോ, അതോ ഞാൻ ഇതിനകത്ത് തൂങ്ങിച്ചാവുന്നതാണോ? എനിക്കിപ്പോ ഇവിടുന്ന് ശരത്തിന്റെ കൂടെ പോയേ പറ്റൂ. അതിന് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് സഹായിക്കാനാ? ഒരു മാർഗമുണ്ട്. തൽക്കാലം എന്റെ ആഭരണങ്ങളും വേഷമൊക്കെ അണിഞ്ഞ് ചേച്ചി സ്റ്റേജിൽ ഇരിക്കണം. പ്രസവിച്ചതിനുള്ള കൂലി നീ തന്നു കഴിഞ്ഞു. ഞാൻ ചേച്ചിയോട് എനിക്ക് പകരം വേഷം കെട്ടിയിരിക്കാനാ പറഞ്ഞത്. ഞാൻ തിരിച്ചു വന്ന ആ വേഷം അഴിച്ചു തരേണ്ടത് ചേച്ചിയുടെ ബാധ്യതയാ. നടന്നത് എന്റെ വിവാഹമാണ്. എന്റെ കഴുത്തിൽ കിടക്കുന്നത് ഒരു പുരുഷൻ കെട്ടിയ താലിയാ. മണ്ഡപത്തിലേക്ക് പോകുന്നത് വരെ നീ പറഞ്ഞ വേഷം കെട്ടുകാരി ആയിരുന്നു ഞാൻ. പക്ഷെ കഴുത്തിലൊരു താലി വീണതോടെ ഞാൻ അയാളുടെ ഭാര്യയാ. കൂടുതൽ സംസാരിക്കണ്ട. കിട്ടിയ ചാൻസിന് കണിമംഗലത്തെ മരുമകളാകാന്നാണോ കരുതിയിരിക്കുന്നത്?